ഒറ്റപ്പാലം പൂക്കോട്ടുകാവ് ശ്രീമദ് ഭാഗവത സ്വാധ്യായ സമിതിയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 25 പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്കൃതി, പ്രകൃതി, ചിതി എന്നിവയിലൂന്നിയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് സെക്രട്ടറി CP ഗിരീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ്, വൃക്ഷത്തൈയും വിത്തും വിതരണം, ജൈവ കർഷകരെ ആദരിക്കൽ, ക്യാൻസറിനെതിരെ ബോധവൽക്കരണം, നേത്രപരിശോധനാ ക്യാമ്പ്, ഭാരതീയ കുടുംബ സങ്കല്പത്തിനെക്കുറിച്ചുള്ള അവബോധം നൽകൽ, കുട്ടികളുടെ സഹവാസ ക്യാമ്പ്, സ്ത്രീ ശാക്തീകരണം, ക്ഷേത്ര കലാകാരന്മാരെ ആദരിക്കൽ തുടങ്ങിയ 25 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 25ാം വാർഷികത്തിന്റെ അവസാന പരിപാടിയായി ശ്രീമദ് ഭാഗവതോത്സവം നടത്തുമെന്നും ഗിരീഷ് പറഞ്ഞു. പരിപാടികളുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു വർഷം, അതായത് ഈ 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത് പ്രകൃതി, സംസ്കൃതി, ചിതി എന്ന ഒരു തീമിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. പ്രകൃതി സംരക്ഷണം, അതുപോലെ തന്നെ സംസ്കൃതിയുടെ പുനരുദ്ധാരണം, അതിനോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചിതി എന്ന് പറഞ്ഞാൽ യാഗാഗ്നി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചിതി എന്നും, പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളും, സംസ്കൃതി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇങ്ങനെയൊക്കെയുള്ള 25 പരിപാടികളും 25ാമത്തെ പരിപാടിയായിട്ട് ഭാഗവതോത്സവവും പൂക്കോട്ടുകാവിൽ വെച്ച് നടത്തുക എന്നുള്ളൊരു. വൈസ് പ്രസിഡന്റ് ദിനേശ് നായർ, ജോയിന്റ് സെക്രട്ടറി KV വിപിൻ, സുരേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.